അപ്പോൾ പൂരത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുട്ടി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മറത്തേക്ക് വന്ന് നിന്നപ്പോഴാണ് അച്ഛൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുക്കുട്ടനെ നീപ്പിക്കാൻ പോയപ്പോൾ ഏട്ടനും ഇച്ചുക്കുട്ടനും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അപ്പോഴാണ് ചേച്ചി അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞത് ആന വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഇതാ ഞാൻ ഫോണും എടുത്തിട്ട് പോയി. അപ്പോഴേക്കും ഇച്ചുക്കുട്ടനും ഏട്ടനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആനേനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ആന ഇപ്പോൾ വരും ഇത് കൂടെ. പിച്ചുക്കുട്ടൻ ഇതാ ഉറക്കത്തുനിന്ന് നീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. ആന വരും പറയിച്ചു. ആന വരും. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലെ മതിലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആനേനെയൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ അതാ ഞാനും മിച്ചുക്കുട്ടനും അവിടെ ഇങ്ങനെ നിന്നിട്ട് ആനേനെ നോക്കിയിട്ടോ. അടുത്തേക്ക് നിൽക്കാൻ വേണ്ടി പേടിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനൊരു സഞ്ചി നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇച്ചുക്കുട്ടൻ അമ്മച്ചാന്ന് വിളിച്ച് ഓടി പോകുന്നുണ്ട്. വീട്ടിലുണ്ടായ കുമ്പളങ്ങ, ഇടിച്ചക്ക, അങ്ങനെയൊക്കെ കുരുമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇച്ചുക്കുട്ടന് മിഠായി കിട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നായടി വന്നത് കേട്ടോ. ഞങ്ങളിവിടെ നായടി എന്നാണ് പറയുക. പിന്നെ ഇച്ചുക്കുട്ട അതൊക്കെ നോക്കി പിന്നെ അവൻ്റെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് ചേച്ചിയാണ്, ഏട്ടൻ്റെ ചേച്ചി. അപ്പോൾ അതാ ചേച്ചി ഇച്ചുക്കുട്ടന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ബെഞ്ചിൻ്റെ മുകളിൽ കൊടുന്നിരുത്തി. അപ്പോൾ അതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മച്ചനെ കൂട്ടിയിട്ട് പിന്നെ ആനേനെ കാണാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞിട്ട് ആളിത് അമ്മച്ചൻ്റെ കൂടെ ഇറങ്ങി. ഇങ്ങനെ എടുത്തു പോകുന്നത് വേറെ ഒന്നുമല്ല, തേങ്ങ ഉണ്ട് കേട്ടോ മുകളിൽ. തേങ്ങ ഇടാത്തത് കൊണ്ട് തന്നെ തേങ്ങ വീഴുമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അവനെ തൂക്കി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരങ്ങനെ പോയതിന് ശേഷം ഇതാ വീണ്ടും ആനകൾ വന്നു. 2 ആന ഉണ്ടായിരുന്നു കേട്ടോ. ഈ ദേശത്തു നിന്ന് 3 ആനകളാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഇതാ ബാക്കി 2 ആനകളും കൂടി വന്നു. അപ്പോൾ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ ആന നിലത്ത് കിടക്കുന്ന ചങ്ങല എടുത്തിട്ട് ചുരുട്ടി പിടിച്ച് തുമ്പിക്കൈയിൽ വെക്കുന്നത് കണ്ടത്. അതെന്തിനാ അങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അത് തൂക്കി പിടിച്ചൊരു വരവുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടി ഇതാ കുറച്ച് ഇലയൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് പുറത്തുനിന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ചേച്ചിയുടെ ആങ്ങളുടെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കുട്ടിയായിട്ട് കളിക്കുകയാണ് കേട്ടോ. ഇച്ചുക്കുട്ടൻ്റെ അതേ പ്രായമാണ്, 1 മാസം അവൾ കൂടുട്ടോ. അങ്ങനെ അത് അവളുടെ കൂടെ നല്ല കളിയായിരുന്നു ഇച്ചുക്കുട്ടൻ. 2 പേർക്കും നാണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോയി. അങ്ങനെ കാത്തിരുന്നിട്ട് ഇതാ അവരെത്തിയിട്ടോ. ഏട്ടനും ചേച്ചിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരത്തിന് എത്തുന്നുള്ളത്. അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മിത്രക്കുട്ടി ഉറങ്ങുമായിരുന്നു. വന്നപാടെ എണീറ്റു. ഞാനൊരു മഞ്ചൊക്കെ കൊടുത്ത് ബെഡിലിരുത്തിയിട്ടോ. അങ്ങനെ അവർ ചായയും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ആനേനെ കാണാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മിച്ചുക്കുട്ടനും മിത്രക്കുട്ടിയും കൂടി നല്ല കമ്പനിയായി. 2 പേരും കൈയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഒരു ആനയുടെ അടുത്തെത്തി. ആ ആന അങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളൊരു കുറുമ്പനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ആനേനെ കാണാൻ വേണ്ടി പോയപ്പോൾ ആ ആനേനെ കുളിപ്പിക്കുകയായിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള ടൈമല്ലേ. അങ്ങനെ ആന തുമ്പിക്കൈയിൽ കുറേ വെള്ളമൊക്കെ പിടിച്ചിങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പൂരം കൊട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ റോട്ടിലേക്ക് കയറി നിന്നു കേട്ടോ റെഡിയായിട്ട്. അങ്ങനെ അപ്പോൾ ഏട്ടൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങളിതാ ഒരുമിച്ച് നിന്നിട്ടാണ് കേട്ടോ പൂരം കാണുന്നത്. എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന രൂപങ്ങളായിരുന്നു കേട്ടോ ആ വേലയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ഇച്ചുക്കുട്ടൻ. ഉറക്കത്തുനിന്ന് എണീറ്റ പാടെ അമ്മച്ച എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കുറേ കടലാസുകളൊക്കെ വെതറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാവിലോട്ട് പോയി. അപ്പോൾ എൻ്റെ കെട്ടിയവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ആൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഓടി വന്ന് ടാറ്റൊക്കെ തന്നു. അപ്പോൾ ആനയൊക്കെ നിരത്തി നിർത്തിയിട്ട് 2 ദേശത്തെ വേലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം തന്നെ കോൺ ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത്. ഞാൻ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ.
ബട്ടർ സ്കോച്ച് അല്ല, നട്ട്സൊക്കെ ഇട്ടൊരു സംഭവമായിരുന്നു. പിന്നെ ഓറിയോ കോൺ മേടിച്ചു മിത്രക്കുട്ടി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ ആനകൾ ഇങ്ങനെ വരിയായി വരുന്നത് കണ്ടു കേട്ടോ. താഴത്തെ പാടത്ത് കൊണ്ടുവന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ആനകളെ നിരത്താൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പയ്യൻ ഇച്ചുക്കുട്ടൻ്റെ കയ്യിൽ ഈ ഒരു ബലൂണ് കൊടുത്തു വെച്ചത്. അപ്പോൾ അവനായിട്ട് തർക്കം ഉണ്ടാക്കുകയാണ് കേട്ടോ ഏട്ടൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ച് വള, മാല, കളിപ്പാട്ടങ്ങൾ അതൊക്കെ ആ സെക്ഷനിലേക്ക് പോയിട്ടോ. അപ്പോൾ ചേച്ചി ഇച്ചുക്കുട്ടനെ എടുക്കണ കണ്ടപ്പോൾ മിത്രക്കുട്ടനെ ഏട്ടൻ എടുത്തതാണ്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാശി പിടിച്ചിട്ട് ഇതാ ഇച്ചുക്കുട്ടൻ നല്ല കുശുമ്പാണ് കേട്ടോ ഏട്ടൻ്റെ കയ്യിലേക്ക് ചാടി. അപ്പോൾ ഏട്ടൻ രണ്ടുപേരും എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത്. ഇവിടെ എന്താ തിരക്കെന്ന് വന്ന് നോക്കിയപ്പോഴാണ് ഈ കുട്ടപ്പന്മാരെ കണ്ടത് കേട്ടോ. അങ്ങനെ ഏട്ടനൊക്കെ ഇതാ വീഡിയോ എടുത്തു. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ ഈ ലൈറ്റ് കത്തണ കുടയൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അപ്പോഴാണ് വെടിക്കെട്ട് ഉണ്ടായത് കേട്ടോ. അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് ഇതാ പിന്നെ പാട്ട് കച്ചേരി ആയിരുന്നു. കടലിലെ മിഴികൾ നനയല്ലേ